പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE 2026 മറ്റൊരു ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റ് കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. 2026 സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒരു തവണ കൂടി WWE ടൂർ നടത്തുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻ്റാണ് ഇപ്പോൾ പുതുതായി കൺഫേം ചെയ്തിട്ടുള്ളത്. നിലവിൽ പുറത്തേക്ക് വിട്ട അപ്ഡേറ്റ് പ്രകാരം ജൂൺ 27 ശനിയാഴ്ചയാണ് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും WWE നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസ്, അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് തുടങ്ങിയ താരങ്ങളുടെയൊക്കെ ഒരു വമ്പൻ മാച്ചൊക്കെ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്സോട് കൂടി 2026 സമ്മർ സ്ലാമിന് മുൻപ് WWE കത്തിക്കാൻ പോകുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റസൽമീനിയ 42 എന്ന ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. WWE ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഒരു ഇവൻ്റ് ആയിരുന്നു റസൽമീനിയ 42 എന്നുള്ളത് WWE നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി WWE പുറത്തേക്ക് വിട്ട ഒരു അപ്ഡേറ്റ് പ്രകാരം WWE ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനവും ഏറ്റവും കൂടുതൽ ഒരു വലിയ പ്രോഫിറ്റും നേടിക്കൊടുത്ത ഇവൻ്റ് ആണെന്നാണ് അവർ ഈ ഒരു അപ്ഡേറ്റിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ റസൽമീനിയ 42 നമുക്കറിയാം ടിക്കറ്റ് സെയിൽസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ റസൽമീനിയയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടിക്കറ്റ് ഓരോന്നിനും അവർ വലിയ തുകയാണ് കഴിഞ്ഞ വർഷത്തേതിനെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഈടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർധനമാണ് ഇപ്പോൾ പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റസൽമീനിയ 42 സംബന്ധിച്ച് മറ്റൊരു അപ്ഡേറ്റും കൂടി നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ റസൽമീനിയ 42 ഓരോ ദിവസത്തെയും ആദ്യ മണിക്കൂർ ESPN എന്ന് പറയുന്ന ചാനലിലായിരുന്നു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നെറ്റ്ഫ്ലിക്സിൽ മാത്രമാണ് അത് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അമേരിക്കയിൽ ആദ്യത്തെ ദിവസമായാലും രണ്ടാമത്തെ ദിവസമായാലും അതിലെ ആദ്യ മണിക്കൂറിലെ 2 മത്സരങ്ങളും ESPN ചാനലുകളിലൂടെ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ദിവസം ESPN 1 എന്ന് പറയുന്ന ചാനലിലായിരുന്നു. അതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 1.62 മില്യൺ വ്യൂവേഴ്സാണ് ആ ഒരു ആദ്യ മണിക്കൂർ ESPN 1 എന്ന ചാനലിലൂടെ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസം, അതായത് ഈ റസൽമീനിയ 42 രണ്ടാമത്തെ ദിവസം അമേരിക്കയിൽ ESPN എന്ന് പറയുന്ന ചാനലിലായിരുന്നു ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 1.82 മില്യൺ വ്യൂവർഷിപ്പും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീടുള്ള ഷോകളൊക്കെ ESPNൻ്റെ ഒരു സ്ട്രീമിംഗ് ആപ്പ് വഴിയാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അമേരിക്കൻ ഓഡിയൻസിൻ്റെ നമ്പേഴ്സ് മാത്രമാണ്. ലോകമെമ്പാടും നെറ്റ്ഫ്ലിക്സിലൂടെയും മറ്റ് സൈറ്റുകളിലൂടെയും ഒക്കെയാണ് ഈ ഒരു സ്ട്രീമിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും WWE സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വ്യൂവർഷിപ്പിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കമ്പനി റസൽമീനിയ 42 സ്വന്തമാക്കിയിട്ടുള്ള മറ്റ് ലാഭത്തിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ്സും ഒക്കെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് കമ്പനി ഇപ്പോൾ വലിയ ലാഭത്തിലാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് പാറ്റ് മക്ഫി എന്ന് പറയുന്ന സെലിബ്രിറ്റിയെ സംബന്ധിച്ചാണ്. നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്റ്റോറി ലൈൻ അപ്ഡേഷൻ ആയിരുന്നു. റാൻഡി ഓർട്ടൺ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള സ്റ്റോറി ലൈനിലേക്ക് സെലിബ്രിറ്റി കൂടിയായ പാറ്റ് മക്ഫി ജോയിൻ ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടനെ കൂടെ ജോയിൻ ചെയ്തത്. അപ്പോൾ റാൻഡി ഓർട്ടനെ കൂടെ പാറ്റ് മക്ഫിയുടെ ഒരു ആവശ്യം ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും ഈ സ്റ്റോറി ലൈനിലേക്ക് പാറ്റ് മക്ഫിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് TKO എന്ന് പറയുന്ന മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. കഴിഞ്ഞ വർഷം ജോൺസണിയുടെ സ്റ്റോറി ലൈനിലേക്ക് മ്യൂസീഷ്യൻ കൂടിയായ സെലിബ്രിറ്റിയായ ട്രാവിസ് സ്കോട്ടിനെ ആഡ് ചെയ്തതും ഇതുപോലെ TKOയുടെ ഒരു തീരുമാനമായിരുന്നു. അതും പാളിപ്പോയി, ഇതും പാളിപ്പോയി എന്നാണ് നമുക്ക് TKOയുടെ ഡിസിഷൻസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും പാറ്റ് മക്ഫി ഇവിടെ ചെയ്ത ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ടീമിനോടും മാനേജ്മെൻറ്റിനോടും അങ്ങോട്ട് ആവശ്യപ്പെട്ടു റസൽമീനിയ 42 കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ളത്. കാരണം ആരാധകർ ഒറ്റയടിക്ക് WWEയിൽ പാറ്റ് മക്ഫിയെ വെറുക്കുക മാത്രമല്ല WWE പ്രൊഡക്റ്റിനെ തന്നെ വെറുക്കുന്നതായിട്ടുള്ള ഒരു ബാക്ക്ലാഷ്, അത്തരത്തിലുള്ള ഒരു അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി. ഒരു കഥാപാത്രത്തിന്, ഒരു വില്ലൻ കഥാപാത്രത്തിന് കിട്ടുന്ന ഒരു വരവേൽപ്പ് അങ്ങനെയുള്ളൊരു രീതിയിലല്ല പാറ്റ് മക്ഫിയെ ആളുകൾ കണ്ടത്. അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനും നീ എന്തിനീ ഇവിടേക്ക് വരുന്നു എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ കുറിക്കാനും ആരാധകർ ആരംഭിച്ചു. അപ്പോൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പാറ്റ് മക്ഫി റസൽമീനിയ 42 റാൻഡി ഓർട്ടൺ പാറ്റ് മക്ഫിയെ RKO ചെയ്തിട്ട് തന്നെ ഈ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് ഔട്ടാക്കുന്ന രീതിയിലേക്ക് കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സ്. അത് നല്ലൊരു തീരുമാനമാണ്. യാതൊരുവിധ റോളും ഇല്ലാത്ത പാറ്റ് മക്ഫി ഈ ഒരു സ്റ്റോറി ലൈനിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിൽ ഈ സ്റ്റോറി ലൈൻ്റെ ഭാഗമാകാതെ പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് നല്ലൊരു തീരുമാനം. ആ തീരുമാനം പാറ്റ് മക്ഫി എടുത്തതിനോട് ഞാൻ ഇരുകൈ നീട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം കടിച്ചു തൂങ്ങി നിന്ന് മൊത്തത്തിൽ ഒരു വശപ്പിശക് ഉണ്ടാക്കുന്നതിനേക്കാൾ
വശപ്പിശക എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആളുകളെ വെറുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തൻ്റെ ആ ഒരു റോൾ അവിടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി, തൻ്റെ ഒരു ആവശ്യം അവർക്ക് യാതൊരുവിധ ഘട്ടത്തിലും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് വരാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു തീരുമാനമാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. TKO മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള 2 വർഷങ്ങളിൽ റസൽമേനിയയിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അത് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും TKO WWE ക്രിയേറ്റീവ് തലത്തിൽ ഉൾപ്പെടാനോ ഇടപെടാനോ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ റസൽമേനിയ പോലെയുള്ള ഒരു ബിഗസ്റ്റ് ഷോയിലേക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ കൊണ്ടുവന്ന് സെലിബ്രിറ്റീസിനെ ആഡ് ചെയ്ത് മൊത്തത്തിൽ വെറുപ്പിക്കാനാണ് TKO ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ആരാധകർക്കിടയിൽ വലിയ തിരിച്ചടിയായിട്ടും TKO പഠിക്കുന്നില്ല. ഇനി അടുത്ത വർഷത്തെ റസൽമേനിയ ആകുമ്പോൾ ഏത് സെലിബ്രിറ്റിയാണ് TKO കുത്തിക്കയറ്റാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും പാറ്റ് മഫി ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് റാൻഡി ഓർട്ടൺ പാറ്റ് മഫിയെ RKO ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഇൻവോൾവ്മെൻറ്റ്, അത്തരത്തിലുള്ളൊരു മൊമെൻറ്റ് റസൽമേനിയ 42 സൃഷ്ടിക്കാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സാക്ഷൽ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. റസൽമേനിയ 42 ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വിട പറയൽ തന്നെയായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ബ്രോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഭാഗം നമുക്ക് റസൽമേനിയ 42 കാണാൻ സാധിക്കുമെന്ന്. ഒബാഫെമി ബ്രോക്കിനെ പരാജയപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്ത ഒരു മൊമെൻ്റ് ആണെങ്കിലും, ബ്രോക്കിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണെങ്കിലും, ബ്രോക്കിൻ്റെ ഈ ഒരു വിട വാങ്ങൽ പോലെയുള്ള ഒരു മൊമെൻറ്റ്, ഒരു അദ്ദേഹത്തിൻ്റെ ഗ്ലൗസും ബൂട്ട്സും ഒക്കെ ഊരി കാണികൾക്ക് അഭിവാദ്യം കൊടുത്ത് അദ്ദേഹം പോൾ ഹേമനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് അദ്ദേഹം എല്ലാവർക്കും കൈവീശി കാണിച്ച് ഇത് തൻ്റെ അവസാന മത്സരമാണ് എന്നൊക്കെ കാണിച്ച് അദ്ദേഹം പോകുന്ന ഒരു മൊമെൻ്റ് ഒന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രോക്കിനെ പോലെയുള്ള ഒരു സൂപ്പർ പവർ റെസ്ലറിന് ഒരു റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ള നിലയിലേക്ക് വലിയൊരു സ്റ്റോറിയൊക്കെ ബിൽഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ലാസ്റ്റ് WWE മത്സരം നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിലൊന്നും റസൽമേനിയ 42 കാണാൻ സാധിക്കാതിരുന്നത് കൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ ഈ ഒരു പ്രഖ്യാപനം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയതായിരുന്നു. എന്നാൽ ഇപ്പോഴും ബ്രോക്കിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അത് സ്റ്റോറിയുടെ ഭാഗമാണെന്നും SummerSlam 2026 ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു റിട്ടേൺ എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ SummerSlam 2026 ബ്രോക്ക് ലെസ്നറുടെ ജന്മനാട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ബ്രോക്കിൻ്റെ ഒരു അപ്പിയറൻസ് അവിടെ, ബ്രോക്കിൻ്റെ ഒരു റിട്ടയർ മാച്ച് അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രോക്കിൻ്റെ ഇപ്പോൾ റസൽമേനിയ 42 പ്രഖ്യാപിച്ചിട്ടുള്ള റിട്ടയർമെൻറ്റ് അതൊരു സ്റ്റോറിയുടെ ഭാഗമാണെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിൽ പുറത്തേക്ക് വരുന്ന എല്ലാ വെബ്സൈറ്റുകളുടെ റിപ്പോർട്ടും ബ്രോക്ക് ലെസ്നർ വിരമിച്ചു കഴിഞ്ഞു, ബ്രോക്ക് ലെസ്നറിൻ്റെ ഈ വിരമിക്കലെ പ്രഖ്യാപനം അത് വളരെ സർപ്രൈസ് ആക്കി നടത്തിയതാണ്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ SummerSlamൽ മത്സരിക്കില്ല, ബ്രോക്ക് ഇനിയൊരു WWE മത്സരത്തിന് ഇറങ്ങില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് നിലവിലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്സ്. അപ്പോൾ SummerSlamൽ ബ്രോക്കിൻ്റെ ജന്മനാട്ടിൽ വെച്ച് ആ ഒരു ഇവൻറ്റ് നടക്കുമ്പോഴും ബ്രോക്കിൻ്റെ ഒരു ലാസ്റ്റ് മാച്ചോ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരു മത്സരമോ ആരും പ്രതീക്ഷിക്കേണ്ട. ഇനി ഒരു സാധ്യത ഇപ്പോഴും ആളുകൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സെത്ത് റോളിൻസിനെ ഗുന്തർ ആക്രമിച്ച ഒരു മൊമെൻറ്റ് പോൾ ഹേമനും ഗുന്തർ തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ പോൾ ഹേമൻ ഗുന്തറിന് നന്ദി പറഞ്ഞുകൊണ്ട് കൈകൊടുക്കുന്ന ഒരു സമയത്ത് തനിക്ക് വലിയൊരു സഹായം നീ ഭാവിയിൽ ചെയ്യേണ്ടി വരുമെന്നുള്ളത് പോൾ ഹേമൻ്റെ മുഖത്ത് നോക്കി ഗുന്തർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫേവർ, ആ ഒരു സഹായം എന്താണെന്നുള്ളത് പോൾ ഹേമനോ ഗുന്തറോ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഗുന്തർ അത് ആവശ്യപ്പെട്ടാൽ മാത്രമേ ആ സഹായം എന്താണെന്ന് പോൾ ഹേമൻ പോലും അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗുന്തർ ആ ഒരു സഹായം ഇതുവരെ വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അതും ഇപ്പോൾ ഒരു രഹസ്യമായിട്ട് തുടരുകയാണ്. പലരും പ്രതീക്ഷിക്കുന്നത് ബ്രൂട്ടലായി പോൾ ഹേമനെ ഗുന്തർ ആക്രമിച്ച് ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും, എന്നിട്ട് ഒരു കരിയർ വേഴ്സസ് സ്ട്രീക്ക് അങ്ങനെയുള്ള ഒരു മാച്ച്, അല്ലെങ്കിൽ ഒരു കരിയർ വേഴ്സസ് കരിയർ അങ്ങനെയുള്ള ഒരു മാച്ച് ഗുന്തർ ആവശ്യപ്പെടുകയും ആ ഒരു മത്സരത്തിൽ ഗുന്തർ ബ്രോക്കിനെ പരാജയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റിലേക്കും SummerSlam 2026 പോകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബ്രോക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആ ഒരു പ്രതീക്ഷ നിലവിലില്ല എന്നുള്ളൊരു റിപ്പോർട്ട്സുമാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റോറി അവർ തുറന്നിട്ടുണ്ട്, പക്ഷേ അത് നടക്കില്ല എന്നുള്ള ഒരു വാർത്തയും കൂടി നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. റസൽമേനിയ 42 ബ്രോക്ക് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത് അത് കൃത്യമായിട്ടുള്ളൊരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു അപ്ഡേറ്റ്, ബ്രോക്ക് ലെസ്നറിനെതിരെ WWE കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം അത് WWE സ്ക്രിപ്റ്റിനെ മറികടന്ന് ബ്രോക്ക് ചെയ്തതാണ് എന്നും അത് കോൺട്രാക്റ്റ് തെറ്റിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ ബ്രോക്കിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി WWE തയ്യാറായിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ്സും ഒക്കെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. കാരണം ബ്രോക്കിനെ പോലെയുള്ള ഇത്രയും പ്രശസ്തിയുള്ള റെസ്ലറിനെതിരെ WWE ഒരിക്കലും ഒരു കേസ് കൊടുക്കില്ല. ബ്രോക്ക് കോൺട്രാക്റ്റ് തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ആരാധകർ ഒന്നടങ്കം കമ്പനിക്കെതിരെ തിരിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ബ്രോക്കിൻ്റെ തീരുമാനം എന്താണോ അതിനൊപ്പം കമ്പനി നിൽക്കാനേ സാധ്യതയുള്ളൂ. നിലവിൽ ഇതൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.